നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിയ കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ച്യവന മഹർഷിയെ പറ്റിയുള്ളൊരു കഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത്. അപ്പോൾ ആ ച്യവന മഹർഷി യുവസുന്ദരനായ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. സുന്ദരിയായ സുകന്യയെ ഒരു ദിവസം അശ്വിനി ദേവന്മാർ കണ്ടുമുട്ടി. സുന്ദരി, കുരുടനും വിരൂപനും വയസ്സനുമായ ച്യവന മഹർഷിയുടെ ഭാര്യയായിരിക്കേണ്ടവളല്ല നീ. ഞങ്ങളിൽ ഒരാളെ ഭർത്താവായി സ്വീകരിച്ച് നിനക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ. അശ്വിനി ദേവന്മാർ സുകന്യയെ ഉപദേശിച്ചു. മഹാതാപസനായ ച്യവന മഹർഷിയുടെ ഭാര്യയായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവളാണ് ഞാൻ. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ അപഹസിച്ച് സംസാരിച്ചാൽ ഞാൻ നിങ്ങളെ ശപിച്ചു ഭസ്മമാക്കും. ഭർത്താവിനെ ദൈവത്തെപ്പോലെ ബഹുമാനിക്കുന്ന സുകന്യ അശ്വിനി ദേവന്മാർക്ക് ചുട്ട മറുപടി കൊടുത്തു. ദേവന്മാർ അതുകേട്ട് ഭയപ്പെട്ടു. അവർ സുകന്യയോട് പറഞ്ഞു, ഞങ്ങൾ അശ്വിനി ദേവന്മാരാണ്. നിന്റെ പ്രാതിവൃത്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ദേവവൈദ്യന്മാരാണെന്നറിയാമല്ലോ. നിന്റെ ഭർത്താവിൻ്റെ കണ്ണുകൾ ഞങ്ങൾ തെളിയിച്ചു തരാം. അദ്ദേഹത്തെ ഞങ്ങളെപ്പോലെ സുന്ദരനും യുവാവുമാക്കി തീർക്കാം. അത് കേട്ടപ്പോൾ സുകന്യ സന്തോഷിച്ചു. പക്ഷേ ദേവന്മാർ ഒരു വ്യവസ്ഥ വെച്ചു. അതെന്താണെന്നോ? ച്യവന മഹർഷിയും ആ ദേവന്മാരും ഒരുപോലെ സുന്ദരന്മാരായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആ 3 പേരിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കണം. അതാണ് അവർ നിർദ്ദേശിച്ചത്. ആ വ്യവസ്ഥ സുകന്യയെ പരിഭ്രമിപ്പിച്ചു. ദേവന്മാർ പറയുന്ന പ്രകാരം ചെയ്താൽ തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടമാകുമെന്നും ഇഷ്ടമില്ലാത്ത ദേവൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുമെന്നും അവൾ ഭയപ്പെട്ടു. അതിനാൽ അവൾ ഉടനെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി. ദേവന്മാർ പറഞ്ഞതെല്ലാം അവൾ അദ്ദേഹത്തെ അറിയിച്ചു. ച്യവന മഹർഷി ദേവന്മാർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാൻ സുകന്യയെ അനുവദിച്ചു. സുകന്യ അശ്വിനി ദേവന്മാരുടെ അടുത്തു ചെന്ന് അവരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദേവന്മാർ വൃദ്ധനായ ച്യവനനോട് തടാകത്തിലിറങ്ങി കുളിക്കാൻ ആവശ്യപ്പെട്ടു. അന്ധനായ ച്യവന മഹർഷി തടാകത്തിലിറങ്ങി. ഒപ്പം അശ്വിനി ദേവന്മാരും. 3 പേരും വെള്ളത്തിൽ മുങ്ങി. അത്ഭുതം! മുങ്ങി നിവർന്നപ്പോൾ 3 പേരും ഒരുപോലെ സുന്ദരന്മാർ. ആർക്കും ച്യവന മഹർഷി ആരെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത്ര രൂപസാദൃശ്യം. സുകന്യ കുഴപ്പത്തിലായി. പക്ഷേ അവളുടെ ഭർതൃഭക്തി അവളെ രക്ഷിച്ചു. അവൾ ച്യവന മഹർഷിയെ തിരിച്ചറിഞ്ഞു. ച്യവന മഹർഷിയെ തന്നെ വരിക്കുകയും ചെയ്തു. ദേവന്മാർ സുകന്യയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷരായി. എല്ലാവർക്കും കഥ ഇഷ്ടമാകുമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.